ദേ ആ കൊടും കാട്ടിലോട്ട് സോനുവും രാഹുലും കയറി പോവുകയാണ്. അവരുടെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, ആരെ കൊണ്ടും നമ്മളെ വേർപിരിക്കാൻ പറ്റരുത്. പിറകേതാ ഒരു പൂജാരിയും ഉണ്ട്. പൂജാരി ഒരു ഉഗ്ര ഐഡിയ പറഞ്ഞു കൊടുത്തത് പ്രവർത്തിക്കാനാണ് ഇവരുടെ ഈ പോക്ക്. പൂജാരി പറയാണ്, നിങ്ങളൊന്നുകൊണ്ടും ഭയക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഓ ശരി സ്വാമി എന്നും പറഞ്ഞ് ഇവർ അതങ്ങ് അനുസരിച്ചു. അവസാനം സ്വാമി വാക്ക് പാലിച്ചു. ആരെ കൊണ്ടും ഇവരെ വേർപിരിക്കാൻ പറ്റിയില്ല. അമ്മാതിരി പണിയാണ് സ്വാമി കൊടുത്തത്. എന്തെന്നല്ലേ, നമുക്ക് അങ്ങോട്ട് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ടു ഷീജാസ് ക്രിയേഷൻസ്. രാജസ്ഥാനിലെ ഉദയപൂർ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കോള് വരികയാണ്. സാർ, കിളവാടി കാട്ടിനുള്ളിൽ 2 ബോഡി കിടപ്പുണ്ട്, ഒന്ന് പെട്ടെന്ന് വരണം. പോലീസ് പാഞ്ഞു ചെന്നു. നോക്കുമ്പോൾ ഇതുപോലെ ഭീകരമായ ഒരു കാഴ്ച പോലീസുകാർ ഇന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് SI വികാസ് കാണുന്നത്. അയാൾ ഒന്ന് ഞെട്ടി. ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും മൃതദേഹമാണ് അവിടെ കിടക്കുന്നത്. ഒരു വസ്ത്രം പോലും ഇല്ല. പരസ്പരം അങ്ങ് ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. കൺപീലികൾ വരെ തുറക്കാൻ പറ്റാതെ ഒട്ടിപ്പിടിച്ച അവസ്ഥയിലാണ്. ബോഡികളെ വേർപിരിക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കുന്നില്ല. വലിക്കുന്തോറും മാംസം അടർന്നു വരികയാണ്. ഇതിലെ പുരുഷന്റെ ജനനേന്ദ്രിയം അറുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. അയാളുടെ തലയും അറുത്തു മാറ്റിയ നിലയിലായിരുന്നു. സ്ത്രീയുടെ ശരീരത്താണെങ്കിൽ മാറിടത്തിലെ നിരവധി മുറിവുകളായിരുന്നു, കത്തി കൊണ്ട് കുത്തിയ മുറിവുകൾ. എന്നിട്ട് ദേഹം നിറച്ച് അവരുടെ ദേഹം മുഴുവൻ ചോര തെറിച്ചിട്ടും ഉണ്ടായിരുന്നു. ഇതാരെന്നല്ലേ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്? ഇതാണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ സോനുവും രാഹുലും. പോലീസ് ചിന്തിക്കുകയാണ്, ഈ കൊടും വനത്തിൽ ഇവരെങ്ങനെ എത്തിയെന്ന്. കാരണം പോലീസിന് പോലും അവിടെ എത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ദുർഘടം പിടിച്ച വഴികളായിരുന്നു. കുറച്ച് ദൂരെ മാറി ഇവരുടെ വസ്ത്രങ്ങൾ കിടക്കുന്നത് പോലീസ് കണ്ടു. പരിസരത്ത് നിന്ന് വേറെ വല്ലതും കിട്ടുമോ എന്ന് പരതിയപ്പോൾ കുറച്ച് മാറി 2 ഗ്ലൗസും കിട്ടി. ഇത് എന്തായാലും കൊല ചെയ്ത ആളുടെ ഗ്ലൗസ് ആണ് എന്ന് ഉറപ്പ്. ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് SI വികാസിന് തോന്നുകയാണ്. കാരണം ഇങ്ങനൊരു മൃതദേഹം ആദ്യമായിട്ടാണ് കാണപ്പെടുന്നത്. കൺപീലിയും ദേഹം ആസകല ഒട്ടിയ നിലയിൽ. അദ്ദേഹം ഈ കേസിനെ അന്വേഷിക്കാൻ 2 സ്പെഷ്യൽ ടീമിനെ ഏർപ്പെടുത്തുകയാണ്. ഒരു ടീം CCTV ചെക്ക് ചെയ്യാനും മറ്റൊരു ടീം ആ ഭാഗത്തൂടി വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ നിരീക്ഷിക്കുന്നതിനുമായിട്ട് നിയോഗിക്കുകയാണ്. അങ്ങനെ ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് അയക്കുമ്പോഴാണ് സ്റ്റേഷനിൽ ഒരാൾ കംപ്ലൈൻറ്റുമായിട്ട് ഓടി വരുന്നത്. അത് സോനുവിൻ്റെ ഭർത്താവായിരുന്നു. അയാൾ ഉടനെ വന്ന് പറയുകയാണ്, സാർ, എൻ്റെ ഭാര്യയെ കാണാനില്ല. SI ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയുടെ പേരെന്താണ്? സോനു. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്ന ഭാര്യയുടെ മുഖം ഇയാൾ തിരിച്ചറിഞ്ഞു. സാർ, ഇതാണ് എൻ്റെ ഭാര്യ സോനു. ഇവൾക്ക് എന്ത് പറ്റി സാർ? ഇവൾ എങ്ങനെയാണ് ഈ നിലയിലായത് എന്നും പറഞ്ഞ് അയാൾ അങ്ങോട്ട് അലറി വിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ SI പുരുഷന്റെ മുഖം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. അറിയാം സാർ, ഇത് ഞങ്ങളുടെ അയൽവാസി രാഹുലാണ്. പോലീസിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. പക്ഷേ ഇവർ ഈ കോലത്തിലാവാൻ കാരണം മാത്രം പിടികിട്ടുന്നില്ല. പോലീസ് കുടുംബാംഗങ്ങളിലോട്ടും അന്വേഷണം ആരംഭിച്ചു. സോനുവും രാഹുലും കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവർക്ക് 2 മക്കൾ വീതം ഉണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം ഇനി കുടുംബക്കാർ അറിഞ്ഞ് അവർ തന്നെ ഇവരെ കൊന്നതാണോ എന്നാണ് പോലീസിന് ആദ്യം സംശയം തോന്നുന്നത്. കാരണം സോനു ഉയർന്ന ജാതിയും രാഹുൽ താഴ്ന്ന ജാതിയുമാണ്. അവിടെയൊക്കെ ജാതി പ്രശ്നങ്ങൾ കാരണം കൊലപാതകങ്ങൾ നിരവധി നടക്കാറുമുണ്ട്. പിന്നെ ഇവർ കല്യാണം കഴിഞ്ഞ് മക്കളുള്ളവരായതുകൊണ്ട് സോനുവിൻ്റെ ഭർത്താവോ വീട്ടുകാരോ അല്ലെങ്കിൽ രാഹുലിൻ്റെ ഭാര്യയോ അവരുടെ വീട്ടുകാരോ ഇവരെ കൊന്നതാണോ എന്നും സംശയിച്ചു. അങ്ങനെ പോലീസ് രാഹുലിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. രാഹുലിൻ്റെ വീട്ടിൽ പോയി രാഹുലിൻ്റെ ഭാര്യയോട് ഇവരുടെ ഈ ബന്ധത്തിനെ പറ്റി ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞത്, സാർ, ഇവർ തമ്മിൽ നേരത്തെ ഈ വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു. ഇതേ ചൊല്ലി ഞാനും അയാളും എന്നും വഴക്കാണ്. പക്ഷെ ഈ മരണം ഇപ്പോഴാണ് അറിയുന്നത്. ഇതാര് ചെയ്തു എന്ന് മനസ്സിലാവുന്നില്ല. വികാസിന് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. ആരെടുത്ത് ചോദിച്ചാലും അറിയില്ല. അങ്ങനെ തലപ്രാന്ത് പിടിച്ച പോലെ ഇരിക്കുമ്പോഴാണ് CCTVയിലെ ഒരു ദൃശ്യം കിട്ടുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് രാഹുലും സോനുവും ഈ കാട്ടിലൂടെ പോകുന്നതും ഇവരുടെ പിന്നാലെ ഒരു സ്വാമി പോകുന്നതും കണ്ടു.
മാത്രമല്ല ഇവരുടെ രണ്ടുപേരുടെ മൊബൈലുകളിലും ഒരേ നമ്പറിൽ നിന്ന് പല തവണ കോള് വന്നിട്ടുമുണ്ട്. അത് ഈ സാമിയുടെ നമ്പറാണെന്നും കണ്ടെത്തി. പിന്നെ വച്ച് താമസിച്ചില്ല, പോലീസ് സാമിയെ കൈയോടെ പിടികൂടുകയാണ്. സാമി നിസ്സാരക്കാരനല്ല കേട്ടാ, മാന്ത്രിക വിദ്യയൊക്കെ അറിയാവുന്ന ഒരു വലിയ ആളാണ്. പേര് ബാലേഷ് കുമാർ. ആദ്യമൊന്നും സാമി അറിയില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് നിന്നു. പിന്നീട് സാമി ചൂടാവാൻ തുടങ്ങി. ഞാനൊരു പൂജാരിയാണ്, എന്നോട് കൊലയെപ്പറ്റി ചോദിക്കുന്നു, അതേ നിങ്ങൾക്ക് പാപം കിട്ടും, നിങ്ങളെ ഞാൻ ശപിക്കും എന്നൊക്കെ പറഞ്ഞ് സാമി അങ്ങോട്ട് പോലീസുകാരെ പേടിപ്പിക്കാൻ തുടങ്ങി. അവസാനം SI കാര്യമായിട്ട് സാമി അങ്ങ് ചോദ്യം ചെയ്യുകയാണ്. പിന്നെ നടന്നതെല്ലാം അയാൾ അങ്ങ് പറയാൻ തുടങ്ങി. ആ നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാരും, അതായത് ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറാനും ദോഷങ്ങൾ മാറാനും വേണ്ടിയിട്ട് ബാലേഷ് കുമാർ എന്ന ഈ സാമിയെ പോയി കാണുമായിരുന്നു. ഇയാൾ പ്രശ്നപരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുകയും ചരട് ജപിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. 8 കൊല്ലം കൊണ്ട് ഇയാൾക്ക് ഇതാണ് പണി. അങ്ങനെ ഇരിക്കെയാണ് സോനുവും ഈ വിദ്വാനെ പോയി കാണുന്നത്. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇയാളെ പോയി കാണുന്നത്. ഇതുപോലെ രാഹുലിൻ്റെ ഭാര്യയും അവരുടെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ഈ സാമിയുടെ അടുത്താണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ സാമി സോനുവിനോട് സംസാരിച്ച് വന്നപ്പോൾ ഈ രാഹുലുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി പതിയെ മനസ്സിലാക്കുകയാണ്. ഇത് ശരിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വഴിപാടും ഒക്കെ സോനുവിനെ കൊണ്ട് സാമി ചെയ്യിപ്പിച്ചിരുന്നു. പക്ഷേ സാമിയുടെ കണ്ണ് സോനുവിലായിരുന്നു. അങ്ങനെ സാമി സോനുവിൻ്റെ നമ്പർ എങ്ങനെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഓരോ അത്യാവശ്യ കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് ഇവളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വരുത്തും. ഒരു ദിവസം സ്വാമി അങ്ങ് മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞു. സോനു അങ്ങോട്ട് തട്ടിക്കേറി മേലാൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്നും പറഞ്ഞ് സോനു അവിടുന്ന് ഇറങ്ങിപ്പോയി. പ്രണയാഭ്യർത്ഥന നിരസിച്ചത് ഇയാൾക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. ഇയാള് സോനുവിന് ഒരു പണി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. നേരെ ഇടയ്ക്കിടയ്ക്ക് ഈ രാഹുലിൻ്റെ ഭാര്യ ഇവിടെ കാണാൻ വരുമെന്ന് പറഞ്ഞല്ലോ, രാഹുലിൻ്റെ ഭാര്യയോട് ഇവ തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി അങ്ങ് അറിയിച്ചു. സ്വാമി പറയാണ് രാഹുലിൻ്റെ ഭാര്യയോട്, നീ ഇങ്ങനെ ഇരുന്നോ, നിന്റെ ഭർത്താവ് സോനുമായി കറങ്ങി നടക്കുകയാണ്, നീ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ നിന്റെ മക്കൾക്ക് അച്ഛനില്ലാതെ പോകും, അവൾ രാഹുലിനെയും കൊണ്ടങ്ങ് കടന്നു കളയുകയും ചെയ്യും, അതിനു മുമ്പ് നീ എന്തെങ്കിലും ചെയ്യ് എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തു. അവരിതെല്ലാം കേട്ട് വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് രാഹുലും ഭാര്യയും തമ്മിൽ സ്ഥിരം വഴക്കായി സോനുവിൻ്റെ പേരും പറഞ്ഞു. എന്നിട്ട് സ്വാമി സോനുവിനെ ഒരു ദിവസം ഫോൺ വിളിച്ച് പറയുകയാണ്, നീ എൻ്റെ ആഗ്രഹത്തിന് ഒന്ന് നിന്ന് തന്നാൽ നിനക്ക് നല്ലത്. ഞാൻ ദാ രാഹുലിൻ്റെ ഭാര്യയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, അവിടെ വഴക്കം തുടങ്ങി. ഇനി നിന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും, അതോടെ നിന്റെ കുടുംബവും തീരും. അത് വേണോ വേണ്ടേ എന്ന് നീ തന്നെ ആലോചിക്ക്. ഇത് കേട്ട് സോനു നേരെ രാഹുലിനോട് വിളിച്ച് എല്ലാം പറയുകയാണ്. രാഹുലും സോനുവും കൂടെ നേരെ സ്വാമിയെ കാണാൻ പോയി. രാഹുല് സ്വാമിയെ ഒരുപാട് ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളെ എല്ലാവർക്കും ഇവിടെ ഭയങ്കര വിശ്വാസമാണ്. ഇനി സോനുവിനെ വിളിക്കുകയോ ഞങ്ങളെപ്പറ്റി എന്തേലും പുറത്ത് പറയുകയോ ചെയ്താൽ നിങ്ങളെ മുഖം മൂടി വലിച്ചു കീറും. അതുകൊണ്ട് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞിട്ട് അവരവിടുന്ന് പോയി. സ്വാമിക്ക് എല്ലാം കൂടെ കലിയേറുകയാണ്. സ്വാമി എന്നിട്ട് ഈ കലിയെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് ഇവരെ പോയി കാണുന്നു. കണ്ടിട്ട് പറയാണ്, ഇനി ഒരു തെറ്റും എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല, നിങ്ങളെ കാര്യം ഞാൻ ആരോടും ഇനി പറയത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ കാല് പിടിച്ച് സ്വാമി ആ പ്രശ്നം അങ്ങ് ഒതുക്കി. പക്ഷെ മനസ്സിൽ എല്ലാ വേഗം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പതുക്കെ ഇവരുടെയും ഇവരുടെ കുടുംബക്കാരുടെ അടുത്തൊക്കെ സ്വാമി നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുത്തു. സോനുവും രാഹുലും പഴയതുപോലെ തന്നെ സ്വാമിയെ വിശ്വസിക്കുകയും അയാളുടെ അടുത്ത് പോവുകയും ഒക്കെ പതിവായി. ആ തക്കം നോക്കി സ്വാമി ഒരു ദിവസം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരുമിക്കാൻ നല്ല ആഗ്രഹമുണ്ടോ? അവർ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറഞ്ഞു, ഉണ്ട്. ശരി, നിങ്ങളുടെ വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റിയാലോ? അതിനുള്ള വഴിയാണെങ്കിൽ എനിക്കറിയാം. ഇത് കേട്ടതും ഇവരുടെ കണ്ണുകൾ തിളങ്ങി. കൊള്ളാലോ, എങ്കിൽ അതല്ലേ നല്ലത്. പക്ഷേ ഞാൻ പറയും പോലെ നിങ്ങൾ ചിലത് ചെയ്യണം. എന്തിനും ഞങ്ങൾ തയ്യാറെന്ന മട്ടിൽ ഇവർ തല കുലുക്കുകയാണ്. എത്ര പൈസ വേണമെങ്കിലും തരാ സ്വാമി, ഒന്നിത് ശരിയാക്കി തരണം എന്നും ഇവർ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് സ്വാമി ഇവരെ വിളിക്കുകയാണ്. നാളെ അമാവാസിയാണ്, രാത്രി 10 മണിക്ക് നിങ്ങൾ 2 പേരും കിളവാടി കാട്ടിനുള്ളിലേക്ക് വരണം. അവിടെ ഒരു സ്പെഷ്യൽ പൂജയുണ്ട്.
പൂജയോടുകൂടി നിങ്ങളെ ആർക്കും വേർപിരിക്കാനാവൂല. അയ്യോ, ഇതും സമ്മതിച്ച് ഈ രണ്ടുപേരും കൂടി കാട്ടിനുള്ളിലേക്ക് ചെല്ലുകയാണ്. സ്വാമിയും ഒരു സഹായിയും ഇവരെക്കാത്ത അവിടെ നിപ്പുണ്ട്. ഇവരോട് സ്വാമി പറഞ്ഞു, ഇനി നമുക്ക് പൂജ ആരംഭിക്കാം. ഇതൊരു നഗ്ന പൂജയാണ്. നിങ്ങൾ രണ്ടുപേരും വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി ഇവിടെ വച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. അപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവർ ചോദിച്ചു, സ്വാമിയുടെ മുന്നിൽ വെച്ചോ? വേണ്ട, ഞാൻ അതാ സ്വല്പം മാറി നിൽക്കാം. അങ്ങനെ സ്വാമിയും ശിഷ്യനും സ്വല്പം അങ്ങോട്ട് മാറി നിന്നു. ഇവർ രണ്ടുപേരും ഇയാൾ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്യാനും തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമി ഒരു വലിയ പാത്രം നിറച്ചും വെള്ളവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് വന്നു. അതിൽ എന്തോ ജപിച്ച് ഊതിയൊക്കെ ശേഷം ആ വെള്ളം ഇവരുടെ ദേഹമാസകലം ഒഴിക്കാൻ തുടങ്ങി. അതായത് തല മുതൽ നഖം വരെ, കാലിൻ്റെ നഖം വരെ ഒഴിച്ചു കൊടുത്തു. ഇവർ പരസ്പരം കെട്ടിപ്പിടിച്ച നിലയിൽ ഇരുന്നപ്പോഴാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇതോടെ ഇവർക്ക് എന്തോ ഒരു സ്മെല്ല്, ഇത് എന്ത് വ്യത്യാസമെന്ന് തോന്നിയിട്ട് ഇവർ പിടിവിടാൻ നോക്കിയെങ്കിലും ഇവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചതും ഇതൊരു പുണ്യ വെള്ളമാണ്, ഇനി നിങ്ങൾ ആർക്കും വേർപിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇത് ഇവരുടെ രണ്ടുപേരുടെ വായ്ക്കകത്തും കൂടെ ഇയാൾ ഒഴിച്ചു കൊടുത്തു. ഇതെന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? 50 കുപ്പി സൂപ്പർ ഗ്ലൂ വെള്ളത്തിൽ കലക്കിയതാണ് ഈ തല വഴി ഒഴിച്ചു കൊടുത്തത്. വായ്ക്കകത്തും കൂടെ ഒഴിച്ചപ്പോൾ മിണ്ടാനും പറ്റാത്ത അവസ്ഥയായി ഇവർക്ക്. ഉടനെ സ്വാമി പറഞ്ഞു, നീയൊക്കെ എന്താണ് വിചാരിച്ചത്? നിങ്ങളെ ഞാനങ്ങ് സുഖിച്ച് ജീവിക്കാൻ വിടുമെന്നാ? എനിക്ക് കിട്ടാത്ത നിന്നെ ഇവനും കിട്ടണ്ട, ഇനി ആർക്കും കിട്ടൂല എന്നും പറഞ്ഞ് സ്വാമി രാഹുലിൻ്റെ ജനനേന്ദ്രിയം മുറിച്ചു കളഞ്ഞു. സോനുവിനെ പല തവണ കുത്തി മുറിവേൽപ്പിച്ചു. അതിനുശേഷം ഇയാൾക്ക് കലി തീരുന്നില്ല. ഇയാൾ രാഹുലിൻ്റെ തലയും കൂടെ അറുത്തെടുത്തു. ഉറക്കെ വിളിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ രക്തം വാർന്ന് സോനുവും അവിടെ കിടന്ന് മരിച്ചു. സ്വാമി പിടിയിലായെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു ക്രൂര മരണമാണ് അയാൾ അവർക്ക് കൊടുത്തതെന്ന്. ഈ കഥയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലറുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.